ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ വീഡിയോ എൻ്റെ ന്യൂ ഇയറിൻ്റെ ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രൗണി ഉണ്ടാക്കുന്നത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ്, 31-ാം തീയതി വൈകിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു ഷോപ്പിലേക്ക് കൊടുക്കാനുള്ള ഒരു ഓർഡർ ആയിരുന്നു. പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. വൈകിട്ടാകുമ്പോഴത്തേനും ബ്രൗണി സെറ്റ് ചെയ്ത് വരുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ ഒരു സെറ്റ് ബ്രൗണി, 2 സെറ്റ് ബ്രൗണി സെറ്റ് ചെയ്തു കേട്ടോ. ഈ ഒരു ബോക്സിൻ്റെ അളവിന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ബോക്സിലാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. അക്കിക്കാവിലുള്ള ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ. പിന്നെ വന്നതിൻ്റെ ശേഷം നമുക്ക് ന്യൂ ഇയറിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും സ്പഞ്ച് ഉണ്ടാക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ കറണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ടും പോയിട്ടൊക്കെ ഇരുന്നിട്ട് നല്ലോണം ഇടങ്ങറായി. ഒരു വിധത്തിൽ സ്പഞ്ചൊക്കെ ആയി കിട്ടാൻ തന്നെ 11 മണി ആയിട്ടുണ്ടായിരുന്നു രാത്രി. പിന്നെ ഞാൻ ന്യൂ ഇയറിന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രീം കേക്ക്, അതുപോലെ മിനി ഡ്രീം കേക്ക്, പിന്നെ ബ്രൗണി ബൈറ്റ്സും ഇതൊക്കെ കൂടിയിട്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട്. 5 ബോക്സും കൂടി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ്. കാരണം ന്യൂ ഇയറിൻ്റെ തലേന്നാണ് ഇപ്പോൾ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. തീരെ ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ മിക്ക ഷോപ്പിലും ഡ്രീം കേക്കിൻ്റെ ബോക്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം എല്ലാം ഒപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കേക്കൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് ലെവലാക്കി വെക്കുകയാണ്. ഈ 2 സ്ക്വയർ കേക്കിൽ ഒന്ന് മോളുടെ സ്കൂളിലേക്ക് വന്നിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. ഒന്ന് നമ്മുടെ അടുത്തുള്ള ഒരു കുടുംബശ്രീയുടെ അവർ തന്നിട്ടുള്ളൊരു ഓർഡറായിരുന്നു. അങ്ങനെ ആ 2 കേക്കിൻ്റെയും എല്ലാ പരിപാടികളും കഴിഞ്ഞ് നേരെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ പരിപാടിയിലേക്കാണ് നിന്നത്. കാരണം ഇത് കുറച്ച് പണിയുള്ളതാണല്ലോ. കാരണം സ്പഞ്ചൊക്കെ കട്ട് ചെയ്ത് ലെയറാക്കി ക്രീമും എല്ലാം ശരിയാക്കി ഗനാശൊക്കെ റെഡിയാക്കി വരണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മുന്നേ 2 കേക്കും റെഡിയാക്കിയിട്ടാണ് ഇതിൻ്റെ പരിപാടിക്ക് നിന്നത്. മുന്നേ ചെയ്ത് വെച്ച സ്ക്വയർ കേക്ക് ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റും ഒന്ന് വൈറ്റ് ഫോറസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമുക്ക് 7 ഓർഡറായിരുന്നു ഡ്രീം കേക്കിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, ഹാഫ് kg. ഞാനൊരു 9 ഉണ്ടാക്കി വെച്ചു കേട്ടോ. കാരണം അങ്ങനെ ഓഫറുള്ള ടൈമിലൊക്കെ എക്സ്ട്രാ 2-3 ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. പെട്ടെന്നായിരിക്കും ആരെങ്കിലും ചോദിക്കുക ഓഫർ കഴിഞ്ഞാൽ ഇനി കേക്ക് ഉണ്ടാകുന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വിളിയുണ്ട്. അതെല്ലാ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒരു 2-3 കൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അതുപോലെ മിനി ഡ്രീം കേക്കിൻ്റെ ഓർഡർ 2 ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്രൗണി ബൈറ്റ്സിൻ്റെ 2 ഉണ്ടായിരുന്നുള്ളൂ. എല്ലാതും 2-3 എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും അൽഹംദുലില്ലാ എല്ലാ കേക്കും സെയിലായി പോയിട്ടാണ്. വൈകിട്ട് ഇതുപോലെ തന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് ലാസ്റ്റത്തെ ബോക്സ് അടക്കം ചിലവായിപ്പോയി. അങ്ങനെ ഇതാ എല്ലാ കേക്കിൻ്റെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കൊക്കോ പൗഡർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രീം കേക്കിൻ്റെ കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തു ഫ്രിഡ്ജിൽ വെച്ച് കിടന്നു കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. പിന്നെ നമ്മൾ ബ്രൗണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബ്രൗണി ബൈറ്റ്സിൽക്കുള്ളതായിരുന്നു. അത് പീസാക്കിയിട്ട് ജസ്റ്റ് ബോക്സിലാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് രാവിലെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് നേരെ ഓവനിലേക്ക് തന്നെ വെച്ച് ചൂടാറിയതിൻ്റെ ശേഷം. അങ്ങനെ ഇതാ രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് മക്കൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മക്കൾ ഇതാ സ്കൂൾ റെഡി ആവുന്നുണ്ട് ഒരു സൈഡിൽ. പിന്നെ ഓരോ കസ്റ്റമേഴ്സും രാവിലെ തന്നെ വിളിക്കൽ തുടങ്ങിയിട്ടാണ്. 7 മണിയാകുമ്പോഴത്തേനും 8 മണിയാകുമ്പോഴത്തേനൊക്കെ കിട്ടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വേഗം തന്നെ എല്ലാത്തിലും കൊക്കോ പൗഡറൊക്കെ ടെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്ത് കൊണ്ട് വെച്ചു കേട്ടോ. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരക്കിൽ പോയിട്ടാണ് ആ ഫോട്ടോ ഒക്കെ എടുത്തത്. അല്ലെങ്കിൽ ഓരോരുത്തർ കൊണ്ടുപോയി ലാസ്റ്റ് എണ്ണം കുറഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഒരുമിച്ച് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മക്കളുള്ളപ്പോൾ വേഗം തന്നെ മക്കളെ കൊണ്ടും കുറച്ച് ബോക്സൊക്കെ പുറത്ത് കൊണ്ടുപോയി വെപ്പിച്ച് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ടാണ്. അങ്ങനെ അത് അവരൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സ്കൂൾ കൊണ്ടുപോകാനുള്ള കേക്ക് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വനൊരു സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് 48 പീസാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീസാക്കണ പണികളൊക്കെ നിൽക്കാനേ ഏൽപ്പിക്കൂട്ടാ. നിൽക്കാൻ കറക്റ്റ് അതിൻ്റെ ലെവലിലേക്കാണ് കട്ട് ചെയ്തെടുക്കും. പിന്നെ മുകളിലായിട്ട് നോസിൽ വർക്ക് കൊടുത്ത് മുകളിൽ ചെറി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അതങ്ങനെ ടീച്ചറിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു കേട്ടോ. 8ാം ക്ലാസ്സിലേക്കുള്ളതാണ്, മോളുടെ ക്ലാസ്സിലേക്കുള്ളതല്ല കേട്ടോ, 8ാം ക്ലാസ്സിലേക്കുള്ള ഓർഡർ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഓഫറിൻ്റെ എല്ലാ കേക്ക്സും എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ഡെലിവറിക്ക് ഇറങ്ങിയത്. രാവിലെ 9:30 ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് 1 മണിക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് തന്നെ ടീച്ചർ ആ കേക്ക് സ്കൂളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ അവിടെ വെച്ച് കേക്കിൻ്റെ ബോക്സുകൾ മാത്രം പാക്ക് ചെയ്ത് അത് ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ ലിസ്റ്റാക്കി എടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഞാനൊക്കെയും കൂടിയിട്ട്. പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്നത് 1 മണിക്കാണ്. വന്നതിൻ്റെ ശേഷമാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് പൂരപ്പറമ്പായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വന്ന് റെഡിയാക്കി പാത്രങ്ങളൊക്കെ നല്ലോണം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കേക്ക് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കഴുകി വീട് ഫുള്ളായിട്ട് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് 3:30 ടൈം ആയിട്ടുണ്ട് കൂളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മുടെ ഈ കുടുംബശ്രീക്കുള്ള ഈ ഒരു കേക്ക് റെഡിയാക്കിയത്. അങ്ങനെ ഒരു 3:30-4 മണി ടൈമിൽ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് കൊണ്ടുകൊടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ ആയിരുന്നു ഈ ഒരു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ